വി.എസ്. അച്യുതാനന്ദനെ കാണാൻ പിണറായി വിജയൻ കന്റോൺമെന്റ് ഹൗസിലെത്തി. ഇപ്പോൾ വിശദാംശങ്ങളുമായി കെ.ജി. ദിനകർ ചേരുന്നു. ദിനകർ, എപ്പോഴാണ് പിണറായി വിജയൻ എത്തിയത്? മറ്റു വിവരങ്ങൾ? പ്രേഷ് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുതിർന്ന നേതാവ് വി.എസ്. അച്യുതാനന്ദനെ കാണുന്നതിന് വേണ്ടി കന്റോൺമെന്റ് ഹൗസിൽ എത്തിയത്. ഇപ്പോൾ വി.എസ്. അച്യുതാനന്ദനുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇന്നലെയാണ് പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി CPIM പ്രഖ്യാപിച്ചത്. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യ കൂടിക്കാഴ്ച മുതിർന്ന CPIM നേതാവ് വി.എസ്. അച്യുതാനന്ദനുമായിട്ടാണ്. അല്പം മുൻപാണ് എത്തിയത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനൊപ്പം എത്തിയാണ് അദ്ദേഹത്തെ കാണുന്നത്. പ്രജീഷ്, ദിനകർ, ഒപ്പം മറ്റ് പ്രവർത്തകരും ഒക്കെ ഉണ്ടോ? അതോ പിണറായിക്കൊപ്പം മറ്റാരൊക്കെയാണുള്ളത്? CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനൊപ്പം എത്തിയാണ് ഇപ്പോൾ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രജീഷ്, ദിനകർ, എപ്പോഴാണ് വി.എസ്. മാധ്യമങ്ങളെ, അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളെ കൂടി കാണുന്നുണ്ട്, എപ്പോഴായിരിക്കും ഈ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം എപ്പോഴായിരിക്കും മാധ്യമങ്ങളെ കാണുക വി.എസ്.? പ്രജീഷ്, 9:30 നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIMന്റെ തലമുതിർന്ന നേതാവായ തലമുതിർന്ന നേതാവ് വി.എസ്. അച്യുതാനന്ദനെ കാണുന്നതിന് വേണ്ടി കന്റോൺമെന്റ് ഹൗസിൽ എത്തിയത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനൊപ്പം ആണ് അദ്ദേഹം എത്തിയത്. ഇപ്പോൾ മൂവരും കൂടിക്കാഴ്ച നടത്തുകയാണ്. ദിനകർ, എന്തായാലും ഒരു മുതിർന്ന PB അംഗം എന്ന നിലയിൽ, മുതിർന്ന സംസ്ഥാനത്തെ നേതാവ് എന്ന നിലയിൽ സ്വാഭാവികമായ ഒരു സന്ദർശനം തന്നെയാണ് എന്തായാലും പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. പ്രവർത്തകരൊക്കെ തന്നെ ആവേശത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പ്രാധാന്യമാണ് ഒരു പക്ഷേ കൂടിക്കാഴ്ചയ്ക്കുള്ളത്? തീർച്ചയായും പ്രജീഷ്, നിയുക്ത മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പരിപാടി എന്നതാണ് ഈ പരിപാടിയുടെ സവിശേഷത. ഏറ്റവും ആദ്യം അദ്ദേഹം മുതിർന്ന നേതാവ് വി.എസ്. അച്യുതാനന്ദനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ സവിശേഷത. സ്വാഭാവികമായും ഒരു തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അദ്ദേഹം കണ്ടതിന് ശേഷം തന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യവും ഉണ്ട്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനൊപ്പം എത്തി അദ്ദേഹം വി.എസിനെ കാണുമ്പോൾ LDF സർക്കാരിന്റെ ഭരണ തുടർച്ച എന്നുള്ള നിലയിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ 2011 LDF സർക്കാരിന്റെ തുടർച്ചയായി വരുന്ന അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന LDF സർക്കാരിന്റെ അഭിപ്രായങ്ങൾ കൂടി തേടിക്കൊണ്ടായിരിക്കും, വി.എസിന്റെ അഭിപ്രായങ്ങൾ കൂടി തേടിക്കൊണ്ടായിരിക്കും അദ്ദേഹം ഭരണത്തിലേക്ക് കയറുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. പ്രജീഷ്, ദിനകർ, വളരെ പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ കേരളം കണ്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് വി.എസിന്റെ ഒരുപക്ഷെ അദ്ദേഹം സമയങ്ങളിലും 5 വർഷത്തെ കാലത്തോളം സംസ്ഥാനം ഭരിച്ചു. ഈ ഘട്ടത്തിലൊക്കെ തന്നെയും വലിയ തോതിലുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെ തന്നെ സർക്കാർ പോവുകയുണ്ട്. ഇതിനെയൊക്കെ തരണം ചെയ്ത വലിയ പാരമ്പര്യവും ഒക്കെയുള്ള വി.എസിൽ നിന്ന് സ്വാഭാവികമായ വെറും ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് പുതിയ സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു. അതിന് മുഖ്യമന്ത്രിയായി പിണറായി വരുന്നു. ആ പിണറായി തന്നെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള പല ഒരുപക്ഷെ കഴിവുകളും ഒക്കെ തന്നെയുള്ള ഭരണപരിചയമുള്ള വി.എസിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ കൂടി, അഭിപ്രായം കൂടി തേടിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആദ്യ കൂടിക്കാഴ്ച ആ അർത്ഥത്തിലൊക്കെയും നോക്കുമ്പോൾ തീർച്ചയായും പ്രജീഷ്, പരിണിതപ്രജ്ഞനായ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള 2 തവണ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള വി.എസ്. അച്യുതാനന്ദന്റെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് തന്നെയാവും നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണ സാരഥ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അതിലൂടെ വ്യക്തമാകുന്നത്. സ്വാഭാവികമായും നിയുക്ത മുഖ്യമന്ത്രിയായ ശേഷം, മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി അദ്ദേഹം കാണുന്നത് വി.എസ്. അച്യുതാനന്ദനെ ആണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടി നിലപാടുകൾ അറിഞ്ഞുകൊണ്ടായിരിക്കും അദ്ദേഹം ഭരണ സാരഥ്യത്തിലേക്ക് കയറുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ മന്ത്രിമാരെ നിശ്ചയിക്കാൻ ഉള്ള സാഹചര്യം നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടാൻ പോകുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം തേടിക്കൊണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം കൈക്കൊള്ളുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. എന്തായാലും ഈ മൂവരും ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. മാധ്യമപ്രവർത്തകർ സ്ഥലത്തുണ്ട്. ദിനകർ, എന്തായാലും അല്പസമയത്തിനകം വി.എസ്. മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഈ സർക്കാരിനുള്ള പിന്തുണ അദ്ദേഹത്തിന്റെ
പുറകിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പിന്തുണ, അഭിപ്രായം ഒക്കെ തന്നെ, അദ്ദേഹത്തിൻ്റെ ഉപദേശം, ഇതൊക്കെ തന്നെ ആ രീതിയിലുള്ള ഒരു പിന്തുണ കൂടിയായിരിക്കും ഒരുപക്ഷെ VS അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമ്പോൾ അറിയിക്കുക. അതിനു മുൻപുള്ള ഈ കൂടിക്കാഴ്ചയൊക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ പ്രതീക്ഷ തീർച്ചയായും കൂടിക്കാഴ്ച സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് CPM-ലെ തലമുതിർന്ന നേതാവായ, ഇന്ത്യയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ തലമുതിർന്ന നേതാവായ VS-മായി കൂടിക്കാഴ്ച നടത്തുന്നു. സ്വാഭാവികമായും LDF സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ മുൻ മുഖ്യമന്ത്രിയും 2 തവണ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള VS അച്യുതാനന്ദനെ കണ്ടുകൊണ്ട് തന്റെ പ്രവർത്തനം തുടങ്ങുക എന്നുള്ള നിലപാട് തന്നെയാണ് പിണറായി സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടി ഉപദേശം തേടിക്കൊണ്ട് ഭരണ സാരഥ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്ന് രാവിലെ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. സ്വാഭാവികമായും ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആവും മന്ത്രിസഭ അധികാരം ഏൽക്കുക. അതിനു മുൻപായി VS-ന്റെ കൂടി അഭിപ്രായങ്ങൾ തേടിയ ശേഷം VS-ന്റെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും അധികാരത്തിലേക്ക് അദ്ദേഹം എത്തുക. അതിനു മുമ്പ് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അദ്ദേഹവുമായി കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രജീഷ്, എപ്പോഴായിരുന്നു അവിടെ പിണറായി വിജയൻ എത്തിയത്? ഇപ്പോൾ എത്ര സമയം കൂടിക്കാഴ്ച സമയം പിന്നിട്ടിരിക്കുന്നു? വളരെ സൗഹാർദ്ദപരമായ രീതിയിലുള്ള കൂടിക്കാഴ്ച മാത്രമല്ല, ഒപ്പം കോടിയേരി ബാലകൃഷ്ണൻ കൂടി ഉണ്ട്. മറ്റ് പ്രവർത്തകരൊക്കെയും ഈ ഘട്ടത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ പിണറായി വിജയൻ തലമുതിർന്ന നേതാവിനെ കാണുന്നു. കൂടിക്കാഴ്ച തലമുതിർന്ന നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. മാത്രവുമല്ല, എന്തായാലും നവകേരള സൃഷ്ടിക്കായിട്ടുള്ള പോക്കിൽ VS-നെ പോലെയുള്ള തലമുതിർന്ന നേതാവിൻ്റെ ഒക്കെയും പിന്തുണ തേടുന്നു. ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം ഒരുപക്ഷെ VS-ഉമായിട്ടുള്ള കൂടിക്കാഴ്ച കരുത്ത് പകരുന്നതായിരിക്കും? തീർച്ചയായും പ്രതീക്ഷ ഇത് കരുത്ത് പകരുന്ന ഒന്ന് തന്നെയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ അതിന്റെ തലമുതിർന്ന നേതാവുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് ഭരണ സാരഥ്യത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണകരമായ ഒരു നീക്കമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൾ ആരാഞ്ഞ ശേഷമായിരിക്കും തീരുമാനങ്ങൾ കൈക്കൊള്ളുക. അല്ലെങ്കിൽ സർക്കാർ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ VS-ന്റെ കൂടെ അഭിപ്രായം തേടിക്കൊണ്ടായിരിക്കും ഭരണ സാരഥ്യത്തിലേക്ക് പിണറായി വിജയൻ എത്തുക. ദിനകർ, ഇവിടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒരുപക്ഷെ സാഹചര്യങ്ങൾ, സമകാലിക സാഹചര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കണം. കാരണം അവിടെ രാഷ്ട്രീയമായി ഒരുപക്ഷെ പ്രതിപക്ഷമടക്കം ഉന്നയിച്ച കാര്യം, കാരണം വലിയൊരു തോൽവിയിൽ നിന്നും അവർ ആ തോൽവി അംഗീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അവർ രാഷ്ട്രീയമായി കണ്ടത് അവിടെ വലിയൊരു റിഫ്റ്റിലേക്ക് CPM ഇടതുപക്ഷ രാഷ്ട്രീയം പോകും എന്നൊക്കെയുള്ള അവരുടെ കണക്കുകൂട്ടലുകൾ ഒക്കെയും നിഷ്പ്രഭമായിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം, മുഖ്യമന്ത്രിയുടെ അനൗൺസ്മെൻറ്റ്. അവിടെ VS-ഉം വളരെ വ്യക്തമായി തന്നെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഇതിനെ അംഗീകരിക്കുന്ന സാഹചര്യമൊക്കെയും. അതുകൊണ്ട് തന്നെ കൂടിക്കാഴ്ച ഒരുപക്ഷെ രാഷ്ട്രീയ എതിരാളികളെ പോലും അമ്പരിപ്പിക്കുന്ന, മാധ്യമങ്ങളെ പോലും അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള സൗഹൃദ കൂടിക്കാഴ്ച. തീർച്ചയായും പ്രതീക്ഷ, ഇന്നലെ മുഖ്യമന്ത്രി സംസ്ഥാന CPM-ന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും VS അച്യുതാനന്ദനും ഒപ്പമുണ്ടായിരുന്നു. കൂട്ടായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുന്നു. അതിന് VS-ഉം ആ ഒപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കുചേർന്നുകൊണ്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. അതിന് തുടർച്ചയെന്നോണം ഇന്ന് രാവിലെ നിയുക്ത മുഖ്യമന്ത്രി തന്റെ ആദ്യ പരിപാടി എന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെ കാണുന്നത്, അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നതും. അതിന് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു സർക്കാർ LDF സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോൾ മുൻ LDF സർക്കാരിന്റെ തലവനായിരുന്ന അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ ദിനകർ, മടങ്ങിയെത്താം. ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ സഹിതമുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ലഭ്യമാകും. ഒപ്പം പിണറായി വിജയൻ ഒരുപക്ഷെ മാധ്യമങ്ങളോട് അദ്ദേഹം VS-ഉമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചേക്കാം. VS അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. VS-നെ പോലെയുള്ള തലമുതിർന്ന നേതാവിൻ്റെ അഭിപ്രായവും പിന്തുണയും ഉപദേശവും ഒക്കെ തന്നെ ആരായുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം ഏൽക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ അദ്ദേഹം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി കാണുന്നത്.